ഹരിയാനയിലെ ഹിസാറിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂരിൽ നിന്ന് ഹിസാറിലേക്ക് പോകുന്ന AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളിപ്പം കൊങ്കൺ റെയിൽവേയുടെ അവസാനത്തെ സ്റ്റേഷനായ രോഹയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രോഹയിൽ നിന്ന് നമ്മൾ നേരെ ഹിസാറിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ലേറ്റാണ്. വണ്ടി ഒരു 2 മണിക്കൂറിന് അടുപ്പിച്ച് നമ്മുടെ വണ്ടി ലേറ്റാണ്. നമ്മളിനി പൻവേലൊക്കെ ഏത് കാലത്ത് എത്തുമോ എന്തോ. ഇവിടെ രോഹയിൽ നമ്മുടെ വണ്ടി വന്നാൽ ഏത് വണ്ടി വന്നാലും രോഹയിൽ ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് പിടിച്ചിടും. നമ്മുടെ വണ്ടി ഫുള്ളാട്ടോ. ബിക്കാനീർ വരെയെങ്കിലും പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരുണ്ടാവും മിക്കവാറും. കാരണം അങ്ങ് വരെയുള്ള ആൾക്കാരാണ് കൂടുതലും. ഈ രോഹയിൽ എല്ലാ വണ്ടിയും നിർത്തിയിരിക്കുന്ന സോൺ ഹാൻഡ് ഓവർ ആയിരിക്കും. അതായത് ഇപ്പം വേറെ സോണല്ലേ, ഇത് കൊങ്കൺ റെയിലും അത് സെൻട്രൽ റെയിൽവേ അല്ലേ. അപ്പം സോൺ തമ്മിൽ അവർ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗം വല്ലതായിരിക്കും ഇവിടെ വണ്ടിയെല്ലാം നിർത്തുന്നത്. അപ്പോൾ ഇവിടെ രോഹയിൽ വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ വടാപ്പാവ് വെൻഡേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് കയറും. പിന്നെ ഫുള്ള് ആൾക്കാരായിരിക്കും പിന്നെ വണ്ടിക്കകത്ത്. നമ്മളിപ്പോൾ 2 മണിക്കൂർ ലേറ്റായിട്ട് പൻവേൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് ആ സ്ഥലം ഉണ്ടല്ലോ രോഹന്ന്, അവിടെ നിന്ന് പിന്നെ ഉരുട്ടലായിരുന്നു ഇങ്ങോട്ടെല്ലാം. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ ആയി. സമയം ഇപ്പം 3:15. ഞാനിന്ന് കഴിഞ്ഞ പൻവേൽ വന്നപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒക്കെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കൊറിഡോർ വരുന്നതൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ പണി അതൊന്നും നടക്കുന്നേ. മറ്റേ DFCയുടെ ട്രാക്ക് വെക്കാനുള്ള സ്ഥലം എടുത്ത് ഇങ്ങനെ റെഡിയാക്കുമെന്ന് തോന്നി ഈ ഭാഗത്തൊക്കെ. ഗെയ്സ്, നമുക്ക് സീറ്റിൽ തന്നെ കൊണ്ടെത്തുന്നു കേട്ടോ, കൊള്ളാം. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇതാണ് ബിരിയാണി. ഈ ആപ്പിൽ കൂടെ ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര പൈസയാണ്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, വേറെ കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. പക്ഷേ 250 രൂപ വാങ്ങിച്ച ഈ സാധനത്തിന്, അതാണ് ഒരു പ്രശ്നം. നമ്മുടെ വണ്ടിയുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ മുംബൈ സിറ്റി എങ്ങനെയും കടന്നു കിട്ടുക എന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇത് മിക്കവാറും കടന്നു കിട്ടാനൊരു 4-4.5 ആവും. ഈ നടക്കുന്ന കണ്ട് ഈ സംഭവം കണ്ട് ഇത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കൊറിഡോറിന് പണി നടക്കുകയാണ്. DFCയുടെ പണി നടക്കുന്നതിന് ഭാഗമായിട്ട് അവരെടുത്തിട്ടിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അത് ട്രാക്ക് വെക്കുന്നതിന് മുമ്പ് ഇവർ പോള് വെക്കും. അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കൊറിഡോർ എന്നാൽ ഈ ഫ്ലൈറ്റൊക്കെ എല്ലാം ആ ഒരു ട്രാക്കിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു ട്രാക്കിൽ കൂടെ നമ്മുടെ പാസഞ്ചർ ട്രെയിൻസ് മാത്രമേ പോകത്തുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള പാൻട്രി കേട്ടോ. ഞാൻ എൻ്റെ അകം കാണിക്കുന്നില്ല നിങ്ങളെ. അവർ കാണിക്കാൻ അവർ മോള് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ ഓടിച്ചു വിടും. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിങ്ങനെ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇതിലായിട്ട് നമ്മൾ വസായി പോലും എത്തിയില്ല. ഇപ്പോൾ സമയം 4:30 ആയിരുന്നു, 5 മണിയാവാറായി. നമ്മളിപ്പോൾ കമൻ്റോടെ നിന്ന് സ്റ്റേഷനിൽ കൊണ്ടൊരു 1/2 മണിക്കൂർ അവർ ഇട്ടിട്ട് അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും എടുത്തിരിക്കുകയാണ്. നമ്മൾ കുറേ നേരം ഈ വണ്ടി ഇട്ട് ഉരുട്ടലോടൊട്ടിലാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ 2 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റായിട്ട് വസായി റോഡിലെത്തി. നമ്മൾ ഈ വേറെ ലൈനിൽ കൂടെ വന്നാൽ ഈ ഒരു അഹമ്മദാബാദ് മുംബൈ ലൈനിൽ വന്ന് കയറുന്നത്. അപ്പോൾ ഈ റൂട്ടിലെ വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് നമുക്ക് വരാനുള്ളൊരു ക്ലിയറൻസ് കിട്ടിയത്. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ട് താമസിച്ചത്. ഈ വസായി റോഡ് വെസ്റ്റേൺ റെയിൽവേയുടെയാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ റെയിൽവേ സോണിൽ പ്രവേശിച്ചിരിക്കുക. നമ്മുടെ വണ്ടി കുറച്ചുകൂടെ താമസിച്ച് വന്നായിരുന്നെങ്കിൽ ഈ വൈകിട്ട് മുംബൈ ഭാഗത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് കുറേ വണ്ടിയുണ്ട്. അതിൻ്റെയും കൂടെ പണി കിട്ടും. എന്തായാലും അതിൻ്റെ പണി കിട്ടത്തില്ലായിരിക്കും. ഇവിടെ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പോൾ 10-20 മിനിറ്റ് ആയി കേട്ടോ.
ഒരു പിടിയില്ല. നമ്മുടെ വണ്ടി നല്ല ലേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പിൽ വാപ്പിയിലാണ്. വാപ്പി, സൂറത്ത്, അങ്കലേശ്വർ, പിന്നെ വഡോദര. അപ്പുറത്തൂടെ ഏതൊക്കെ വണ്ടി പോകുന്ന ശബ്ദം കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ വണ്ടിക്ക് ഇവർ പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും. നമ്മൾ അങ്ങനെ വന്ന വണ്ടിയില്ലേ, അപ്പം അവരുടെ പുറകിലേ നമ്മൾ പോകത്തുള്ളൂ. 25 മിനിറ്റ് കൊണ്ട് ഇവിടെ പിടിച്ചിട്ടിട്ട് ഇതാണ് നമ്മുടെ ഹിസാർ എക്സ്പ്രസ് പുറപ്പെട്ടു. AC സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പേര് മാത്രമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഒട്ടും പ്രയോറിറ്റി ഇല്ല ഈ സാധനത്തിന്. WAG-12 വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ ലോക്കോ ആയിരുന്നു വേണ്ടി കിടക്കുന്നുണ്ട്. WAG-9 സഹറൻപൂർ ഷെഡിന്റെ ഒരു WAG-9 ആയി കിടക്കുന്നത്. നോക്ക്, എല്ലാം ഇരുമ്പ് ഷീറ്റ് കണ്ടോ, ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫ്ലൈറ്റ് ഫുള്ള് കാണിച്ചത് ഇത് കണ്ടോ, ഫുൾ അതാണ്. വെറുത്തുപോയി കേട്ടോ. ആ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് കുറച്ച് മുന്നേ തന്നെ പോയപ്പോഴേക്കുന്നുണ്ട് പിന്നെയും കൊണ്ടിട്ട് കേട്ടോ. വേറെ രക്ഷയില്ല ഈ വണ്ടി. ഇതെന്താ പിടിച്ചതെന്ന് അറിയോ? ഈ ഞാൻ പറഞ്ഞില്ലേ, മുംബൈ ഭാഗത്ത് നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് മറ്റേ രാജധാനി, തേജസ്, ഇവരുടെ രാജധാനിയുടെ 2 ഉണ്ട്. മറ്റേ അഗസ്റ്റ് ക്രാന്തി, പിന്നെ വേറെ മറ്റേ മുംബൈ രാജധാനി വേറെണ്ണം ഉണ്ട്, പിന്നെ തേജസ്, പിന്നെ അഹമ്മദാബാദ് പോകുന്ന, ഡൽഹി പോകുന്ന കുറേ ലോങ് ഡിസ്റ്റൻസ് വണ്ടിയുണ്ട്. ഇതിനെല്ലാം ഇവർക്ക് പ്രയോറിറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ പോണത്. ഇവിടെ എന്തോ വർക്ക് എടുക്കാൻ തോന്നുന്നു കേട്ടോ. ഈ എല്ലാ ട്രെയിനിങ്ങിന് എണ്ണയാണ് പോകുന്നത്. ഇതുണ്ട പോർബന്ദർ മുംബൈ സെൻട്രൽ എക്സ്പ്രസ്. പോർബന്ദറിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇതുണ്ട് ഒരു ഷോപ്പിംഗ് മാൾ, അത് ക്യാപിറ്റൽ മോൾ. കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് ഗുഡ്സ് ട്രെയിനും വന്നുണ്ട്. WAG-5 ടിൻസ് വെച്ചിട്ട് ഒരു NMG. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇതിലേ പോകുന്ന വണ്ടികൾക്കൊക്കെ ഇവിടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞില്ലേ. ഞാൻ നമ്മളിവിടെ കെൽവർ അവിടെ നിന്ന് സ്റ്റേഷനിൽ കൊണ്ട് ഒതുക്കിയിരിക്കുകയാണ് ഒരു ഓവർടേക്കിന് വേണ്ടി. അവിടെ പച്ച കിടപ്പുണ്ട്. നമുക്കപ്പോൾ ഒരു ഹൈ സ്പീഡ് ആക്ഷൻ ഇപ്പോൾ കാണാം. അന്ന് മറ്റേ മംഗലാപുരം ഉത്തന സ്പെഷ്യലിന് പോയപ്പോൾ ഈ സ്റ്റേഷനിൽ വെച്ചാൽ തോന്നുന്നു 3 ഓവർടേക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ അതുകൊണ്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ. വണ്ടി വരുന്നുണ്ട്, ഇപ്പോൾ ഓവർടേക്ക് വരും. ഹൈ സ്പീഡ് ആക്ഷൻ ഇല്ല കേട്ടോ. ഇത് മഹാരാഷ്ട്ര സമ്പർക്ക് ക്രാന്തി എന്ന വണ്ടിയാണ്. ബാന്ദ്രയിൽ നിസാമുദ്ദീൻ വരെ പോകുന്ന മഹാരാഷ്ട്ര സമ്പർക്ക് ക്രാന്തി. ആറ് 42 വണ്ടി പാസ്സായത്. നമുക്ക് വേണ്ട 6:45 ആയപ്പോൾ തന്നെ സിഗ്നൽ വീണ് 3 മിനിറ്റ് എടുത്തുള്ളൂ. അതാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഒരു ഗുണം. നമ്മുടെ അവിടെയൊക്കെയാണ് ആ വണ്ടി അടുത്ത സ്റ്റേഷൻ പാസ്സാണ്, മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. നമ്മുടെ വണ്ടി ഇപ്പം 3 മണിക്കൂർ ലേറ്റാണ്. 3 മണിക്കൂർ മുകളിൽ ലേറ്റാണ്. 130 kmph സ്പീഡ് എടുക്കുന്ന ഈ സെക്ഷനിൽ എതിരായിട്ടും ഈ വണ്ടി 90-ലാണ് പോകുന്നത്. അത് എന്തെങ്കിലും ഇഷ്യൂ കാണും. ഒന്നെങ്കിൽ ലോക്കോയ്ക്ക് ഇഷ്യൂ കാണും, അല്ലെങ്കിൽ കോച്ചിൽ എന്തെങ്കിലും ഇഷ്യൂ കാണും, അല്ലെങ്കിൽ ഇന്നലെ ട്രാഫിക് ഉണ്ടോ പക്ഷെ അറിയില്ല. 130 പോകുന്നില്ല, 90-ലാണ് പിടിച്ച് പോകുന്നത്. അറിയില്ല എന്താണ്, വണ്ടി ഒടുക്കത്തിൽ ലേറ്റ് പോകാം. 3.5 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ വാപ്പിയിലെത്തിയിരിക്കുകയാണ്. വാപ്പി 2 നോർത്ത് വെസ്റ്റേൺ വണ്ടികളാണ്. ഇത് ജോധ്പൂരിൽ നിന്ന് ദാദർ പോകുന്ന വണ്ടി കണ്ടാ. നമ്മൾ ഒരെണ്ണം വാപ്പി വന്ന് സ്റ്റേ അടിച്ചായിരുന്നു. വാപ്പിയിൽ വന്നിട്ട് നമ്മൾ മറ്റേ ഡബിൾ ഡെക്കർ പാസഞ്ചർ കയറിയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, അലൈറ്റ് ഹിയർ ഫോർ ദാമൻ ആൻഡ് സിൽവാസ. ഈ ദാമൻ സിൽവാസ മറ്റേ UT ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങാം. വാപ്പി ഏകദേശം മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തി ആ ഒരു ഭാഗമായിട്ട് വരും. ഞാൻ രാത്രിയിൽ മറ്റേ വഡോദരയിൽ നിന്ന് കിച്ചടി പറയാമെന്ന് വെച്ചാൽ ഈ കാറ്ററിങ്. പക്ഷേ ഈ വണ്ടി വഡോദര എത്തിയപ്പോഴേക്കും നേരം വിളക്കും. വഡോദര സമയം 7 ഇത് എത്തുമ്പോൾ മിക്കവാറും 10-10 ആവും. അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ താലി പറഞ്ഞു. ഇന്നലത്തെ സെയിം സാധനം തന്നെയാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് തന്നെ വാങ്ങിച്ചു. നമ്മളിപ്പോൾ സൂറത്ത് എത്താറായേ. ഈ പോകുന്നത് അമൃത്സറിന്ന് മുംബൈ പോകുന്ന ഗോൾഡൻ ടെമ്പിൾ മെയിൽ എന്നൊരു വണ്ടിയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്.
തമിഴ്നാട്ടിൽ നിന്നുള്ള 2 വണ്ടിയാണ് കാണുന്നത്. അങ്ങേറ്റത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യാണ് രാമേശ്വരത്ത് നിന്നും ഓക്കയ്ക്ക് പോകുന്ന രാമേശ്വരം ഓക്ക എക്സ്പ്രസ്. പിന്നെ നമ്മൾ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്. നമ്മൾ 3.5 മണിക്കൂർ വീണ്ടും 3.5 മണിക്കൂർ കൂടുതലായി കേട്ടോ ഡിലേ. ഓവർടേക്ക് അല്ല കേട്ടോ, മറ്റേ നമ്മൾ വന്നപ്പോഴേക്കും ആ രാമേശ്വരം ഓക്ക വിട്ടുപോയി അവിടെ നിന്ന്. ഡിലേ കൂടാനുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി 90-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഒരു പിടുത്തം അറിയത്തില്ല എനിക്ക്. എന്താ എന്തെങ്കിലും ഇഷ്യൂ കാണും, അല്ലാണ്ട് അങ്ങനെ പോകത്തില്ല. ഒന്നെങ്കിൽ ഓക്കോയ്ക്ക് ഇഷ്യൂ കാണും, അല്ലെങ്കിൽ കോച്ചിന് ഇഷ്യൂ കാണും. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ടൈമിങ്സ് 130 km/h ഓടുന്ന ടൈമിങ്സ് ആണ്. അപ്പോൾ 90-ൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിലേ കൂടും. അങ്ങനെ ഡിലേ പയ്യെ കൂടിക്കൂടി വരിക. ഓക്കേനെ കൊൽക്കട്ടയിലെ ഷാലിമാർക്ക് പോകുന്നൊരു ട്രെയിനാണ് വന്നതിപ്പോൾ. നമ്മളെ സൂറത്തുനിന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഇപ്പോൾ നമ്മൾ സൂറത്ത് കഴിഞ്ഞുള്ള അഹമ്മദാബാദൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു. ഏത് കാലത്തെത്തുമോ എന്തോ. എന്തായാലും വമ്പനടി ഏൽപ്പി. രാവിലെ എവിടെ എത്തുന്നു അവിടെ കാണിക്കാം. മിക്കവാറും ജോധ്പൂരൊക്കെ നമുക്ക് കാണാൻ പറ്റും രാവിലെ എണീറ്റപ്പോൾ നമ്മൾ മാർവാർ എത്താറായി രാജസ്ഥാനിലെ. വണ്ടി ഇപ്പോഴും 3.25 മണിക്കൂർ ലേറ്റാണ്. ഇതിങ്ങനെ 90-ലിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്തോ. ഇവിടെയൊക്കെ നല്ല ഹൈ സ്പീഡ് സെക്ഷനുള്ള ഒരു റൂട്ടാണ്. പക്ഷേ പണ്ട് കാര്യമില്ല, നമ്മൾ പയ്യാണ് പോകുന്നത്. എന്താണോ എന്തോ. നമുക്കെന്തായാലും ലേറ്റ് ആകാൻ നമുക്ക് ജോധ്പൂരൊക്കെ നല്ല വെട്ടത്തിൽ കിട്ടും. ജോധ്പൂർ, മാർവാർ, അങ്ങനെ 2 സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പുറത്തൂടെ 2 ട്രാക്ക് പോകുന്നുണ്ടല്ലോ, അത് മറ്റേ DFC ആണ്, ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കൊറിഡോർ. അതിൽ കൂടി ഫ്ലൈറ്റ് മാത്രമേ പോകത്തുള്ളൂ. അത് ഈ ഭാഗത്തുണ്ടത്. മുകളിലത്തെ ലൈനൊക്കെ ശ്രദ്ധിച്ചോ? ഇത് ശരിക്കും ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ് പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ പാൻഡോഗ്രാഫ്, അതായത് ഇവിടുത്തെ ഇലക്ട്രിക് എഞ്ചിന്റെ പാൻഡോഗ്രാഫിനൊക്കെ ഭയങ്കര നീളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു റൂട്ടിൽ കൂടെ ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഓരോ വീഡിയോയിലൊക്കെ. അതൊക്കെ ഈ റൂട്ടിൽ കൂടെ ആണ്. അപ്പോൾ ഈ റൂട്ട് മാത്രമല്ല, പിന്നെ വേറെ ഡൽഹിയിൽ വേറെ റൂട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ് പോകും. നമ്മൾ സാധാരണ കാണുന്നതിലും ഉയരത്തിലാണ് ഇവിടുത്തെ ഈ ഒരു ഓവർ ഹെഡ് ലൈൻ അവർ കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ മാർവാറിൽ നിന്ന് മാവ്ലി എന്ന സ്ഥലം വരെ ഒരു മീറ്റർ ഗേജ് ട്രെയിൻ ഓടുന്നുണ്ട്. ഞാൻ പലപ്പോഴും അതിന് കാരണം വിചാരിച്ചു, പക്ഷെ അത് എപ്പോൾ പൂട്ടുമെന്ന് അറിയത്തില്ല. കാരണം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ പൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് കയറിയിട്ടില്ല ഇതിലായിട്ട്. മാർവാർ മാവ്ലി കേട്ടോ. അതൊരു പണ്ടത്തെ നമ്മുടെ പഴയ ടൈപ്പ് ബ്രൗൺ കോച്ചും പിന്നെ ബ്രൗൺ എഞ്ചിനൊക്കെ അല്ലേ, അതേ ടൈപ്പ് സാധനമാണ്. മാർവാറിന്ന് മാവലി വരെ. അപ്പോൾ അത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ മാർവാർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർവാർ അബു റോഡ് ഷെഡിന്റെ ഒരു WDG4 ആയിട്ട് ഒരു BCN കിടക്കുന്നുണ്ടോ. അബു റോഡ് ഷെഡ്, അബു റോഡ് അറിയത്തില്ല, അബു റോഡ് മൗണ്ട് അബു ഒക്കെ അറിയത്തില്ല. അപ്പോൾ അബു റോഡിൽ ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. അവരുടെ ആൽക്കോ ലോക്കോമോട്ടീവ് CMD ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ലോക്കമാണ് ഇപ്പോൾ കണ്ടത്. ചെറിയ സ്റ്റേഷൻ തോന്നുന്നു കേട്ടോ. മാർവാഡ് എന്നാണ് തോന്നുന്നു പറയുന്നത്. മാർവാഡ്. എനിക്ക് ഈ സ്റ്റേഷൻ കണ്ട് മെയിനായിട്ട് ഗുഡ്സിന്റെ ഒരു ഹബ്ബാണെന്ന് തോന്നുന്നു ഈ മാർവാറ്. കാരണം ഇഷ്ടം പോലെ ഗുഡ്സ് കിടക്കുന്നത് കാണാം. ആ മീറ്റർ ഗേജ് ട്രെയിൻ കാണാൻ കേട്ടോ. അതുകൊണ്ട് തൊട്ടപ്പുറത്തായിട്ടാണ് കണ്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കണ്ടില്ലേ ബ്രൗൺ കോച്ച്. അങ്ങേ സൈഡിലാട്ടോ ആ മീറ്റർ ഗേജ് ട്രെയിൻ ഉള്ളത്. നമുക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. നിങ്ങളൊരു റീല് കണ്ടിട്ടില്ലേ, മറ്റേ ഒരു വലിയൊരു ഇതേപോലത്തെ ഒരു ബ്രൗൺ കോച്ചുള്ള ട്രെയിൻ ഇങ്ങനെ ഒരു പാലത്തേക്ക് വരാൻ നേരത്ത് 2 പേര് ആ ട്രെയിനിന് താഴെ വീഴുന്ന കണ്ടില്ലേ? ആ ഒരു ട്രെയിൻ ഈ മാർവാർ മാവലി റൂട്ടിലോടുന്ന ട്രെയിനാണ്. നമ്മൾ വെളുപ്പിന് 3:45 3:50 സമയത്തെങ്ങാണ്ട് എത്താനാണ്. പക്ഷെ നമ്മൾ എത്തിയതാണെങ്കിലോ 7:30 പോരെ. ഇനി മാർവാർന്ന് ജോധ്പൂർ വരെ നമുക്ക് സിംഗിൾ ലൈനാണ്. അപ്പോൾ ക്രോസിംഗ് ഒക്കെ കിട്ടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതേ ഒരു വന്ദേ ഭാരത് വരുന്നുണ്ട്. അതിനിവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ മാർവാറിൽ. അത് ജോധ്പൂരിന്ന് സബർമതിക്ക് പോകുന്ന ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ചെറിയ വന്ദേ ഭാരത് കേട്ടോ. ആകെ 8 കോച്ചെന്തേ ഉള്ളൂ. അപ്പോൾ അത് പയ്യെ മാർവാർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മൾ വെട്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല മാർവാർ മാവലി റൂട്ട് അത് അടയ്ക്കാൻ പോകാന്ന് പറഞ്ഞാൽ അത് ഗേജ് കൺവേർഷന് വേണ്ടി അടയ്ക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ അത് മീറ്റർ ഗേജാണ്. അപ്പോൾ അത് മീറ്റർ ഗേജിൽ നിന്ന് മാറ്റി ബ്രോഡ് ഗേജ് ആക്കാൻ വേണ്ടി അവർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവർ ക്ലോസ് ചെയ്യും ആ ലൈന്. അപ്പോൾ അത് ഉടനെ ക്ലോസ് ചെയ്യും.
നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇനി ബിക്കാനീർ ഭാഗത്തേക്ക് പോകുന്നത്, ജോധ്പൂർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പലി മർവാഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നേരെ ജോധ്പൂർ വരുന്നത്. പുറത്ത് ഭയങ്കര വിജനമാണ് കേട്ടോ, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ, ഫുള്ള്. പക്ഷേ ഡ്രൈ ആണ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിരിക്കുകയാണ്, ഉപ്പുമാവ്. നമ്മളിപ്പോൾ പലി മാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സിംഗിൾ ലൈനിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്കിനോട് ചേർന്നാണ് എല്ലാ കെട്ടിടങ്ങളും ഇരിക്കുന്നത് കേട്ടോ, വീടുകളൊക്കെ കേട്ടോ. ചെറിയ സ്റ്റേഷനാണ്, പക്ഷെ വന്ദേ ഭാരതിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടാവും. പലി മാർവാഡ്. നമ്മളിപ്പോൾ രോഹത്ത് എന്ന സ്റ്റേഷനിൽ കൊണ്ട് എത്തിയിരിക്കുകയാണ്. പിടിച്ചിടുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് സ്കിപ്പാന്ന് തോന്നുന്നു. ഇവിടെ ഒരു കോൺകോറിന് ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്, അപ്പോൾ അതുമായിട്ട് ക്രോസിങ് എടുത്തോ. സിംഗിൾ ലൈൻ അല്ലേ. ജോധ്പൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, ലുനി ജംഗ്ഷൻ. ലുനി ഇത് നല്ല വലിയ സ്റ്റേഷനാണ് കേട്ടോ. നോക്ക്, ഈ പ്ലാറ്റ്ഫോമിനൊക്കെ വീതിയുണ്ട്. എന്തോ വലിയ സ്റ്റേഷൻ നോക്കി. ആ സ്റ്റേഷൻ നടക്കായിട്ട് നല്ല അടിപൊളി മരങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ലുനി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ജോധ്പൂറിന് അടുത്തുള്ള സ്റ്റേഷനായതുകൊണ്ട് ജോധ്പൂരിൽ നിന്ന് തുടങ്ങുന്ന വണ്ടികളിലൊക്കെ റേക്ക് കൊണ്ട് ഇട്ടേക്കുന്നുണ്ടാ. ഇത് ജോധ്പൂർ ബിക്കാനീർ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഗാന്ധിധാമിൻ്റെ ഒരു WDG 4G ലോക്കോ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. പക്ഷേ ജോധ്പൂരത്തിന് മുമ്പായിട്ടേ അവിടെ ഇവിടെയൊക്കെ കൊണ്ടെങ്കിൽ പിടിച്ചിട്ട് പോയത്. ഇപ്പം സലാവാസ് എന്ന സ്റ്റേഷനിലുണ്ട്, പിടിച്ചിട്ട് ഇപ്പോൾ വീണ്ടും എടുത്ത് ഇങ്ങനെ ഉരുണ്ട് പോവാണ് കേസായിട്ട്. പിന്നെ ഒരു WDG 4G കണ്ടോ. ഇത് റോസാൻ എന്നൊരു ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഒരു WDG 4G ആണ്. ഇതിന് ശബ്ദം കേട്ട ഏകദേശം ട്രാക്ടറിന് പോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റെയിൽ ഫാൻസ് ട്രാക്ടർ എന്നാണ് ഈ സാധനത്തിനെ വിളിക്കുന്നത്. ഇതാണ് ജമ്മു തവി അഹമ്മദാബാദ് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. ഇത് ലേറ്റാണ്. ഇത് ഒരു 3-4 മണിക്കൂറോളം ഈ വണ്ടി ലേറ്റാണ്. എന്തൊരു അടിച്ചില്ല അതേമേ. നമ്മളിപ്പോൾ ആണ്ട് ഭഗത് കി കോട്ടി എന്ന സ്ഥലത്ത്. ഭഗത് കി കോട്ടി ജോധ്പൂരിനടുത്താണ്. ഈ ഭഗത് കി കോട്ടിയിൽ ലോക്കോ ഷെഡ് ഉണ്ട്, ഡീസൽ ലോക്കോ ഷെഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും, കാണിച്ചു തരാം. ഭഗത് കി കോട്ടി ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഭാഗം കണ്ടോ. എനിക്ക് തോന്നുന്നത് ഉള്ളിലോട്ടാണ്, അതാണ് വഴിയെ കാണാൻ പറ്റാത്തത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡീസൽ ലോക്കോസ് ഒക്കെ കിടക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസും ഉണ്ട്. നമ്മൾ ഈ സ്കിപ്പ് ചെയ്യുന്നതാണ് ഭഗത് കി കോട്ടി സ്റ്റേഷൻ. ഈ ഭഗത് കി കോട്ടി കഴിഞ്ഞിട്ടാണ് നേരെ ജോധ്പൂർ വരുന്നത്. നമുക്ക് അങ്ങ് ദൂരെ ഒരു വലിയ മലയുടെ മുകളിൽ ഒരു ഫോർട്ട് കാണുന്നുണ്ടോ.
അതാണ് ജോധ്പൂരിൻ്റെ ഫേമസ് അട്രാക്ഷനായ മെഹ്റൻഗഡ് ഫോർട്ട്. നമുക്കത് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും. എന്തൊരഴുക്കിലാണോ എന്തോ, ഇന്നലെ തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. കുട്ടികളെല്ലാം കൊണ്ട് തേച്ചിട്ട് ലാസ്റ്റ് 4.5 മണിക്കൂർ ലേറ്റായിട്ട് ജോധ്പൂരിലേക്ക് കയറാൻ പോകും. ജോധ്പൂരിലേക്ക് വന്നൊരു മാൻഡോർ സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് കിടക്കുന്നത്. അങ്ങനെ ഉരുണ്ട് ഫൈനലി നമ്മൾ ജോധ്പൂർ എത്തി. എൻ്റെ ഫേവററ്റ് സ്റ്റേറ്റ് ആണ് കേട്ടോ രാജസ്ഥാൻ. ഒരു രാജസ്ഥാൻ ഫുൾ ട്രിപ്പ് അടിക്കണം, അത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജോധ്പൂർ ശരിക്കും അടിപൊളി ഒരു സിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിറ്റിയാണ്. പണ്ട് IMB ട്രിപ്പ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നല്ല ഫുഡ്, നല്ല ആൾക്കാർ, നല്ല കാണാനുള്ള സ്ഥലങ്ങൾ, ഇവിടുത്തെ മെഹ്റൻഗഡ് ഫോർട്ട്, പിന്നെ ഒരു പാലസ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ജോധ്പൂർ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. രാജസ്ഥാൻ മൊത്തത്തിൽ അടിപൊളിയാണ്, ജോധ്പൂർ സ്പെഷ്യലാണ്. ജയ്പൂരിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ജോധ്പൂരാണ്. ഇവിടെ ജോധ്പൂർ വന്നാൽ നമുക്ക് കച്ചോടി കിട്ടും. കച്ചോടി ഉണ്ട്, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആണ് കച്ചോടി. എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ വണ്ടി 10:30 ബജേക്ക് വിടത്തുള്ളവർ പറയുന്നുണ്ടായിരുന്നു. 10:30 ബജേക്ക് 2 മിനിറ്റ് മുമ്പ് നമ്മൾ ഇവിടുന്ന് ജോധ്പൂരിന് പുറപ്പെട്ടേട്ടാ. ഇവിടെ അല്ല ഇതേപോലെ ഇഷ്ടംപോലെ ഉന്തുവണ്ടിയിൽ ഇതേപോലെ കച്ചോടി വിൽക്കുന്ന ആൾക്കാരെ കാണാം. അബൂറോഡ് ഷെഡിന്റെ ഒരു WDM3 ആണ് കിടക്കുന്നത്. അബൂറോഡ് ഷെഡിന്റെ ആൾക്കോടെ ലിവർ ഇതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ IMB ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ വന്ന് ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് പോൾസ് ഒന്നുമില്ലായിരുന്നു. ഫുള്ള് ഡീസൽ ഏരിയ ആയിരുന്നു. പക്ഷേ 1 ഇയർ അല്ല 1.5 വർഷം കൊണ്ട് ഫുള്ള് മാറിപ്പോയി. ഷണ്ടിങ് ആയിട്ട് ഇത് പകറ്റ് കീക്കോട്ട് ഈ ദാദർ എക്സ്പ്രസിന്റെ റേക്ക് അവരെ യാർഡിൽ നിന്ന് കൊണ്ടുപോയി. ഇതിന്റെ യാർഡ്, ഇവിടുത്തെ യാർഡ് ഉണ്ടല്ലോ, അത് കുറച്ച് കണ്ട് ആ ഭാഗത്തായിട്ട് മാറിയ. പട്ടാള വണ്ടി ഉണ്ട്. പട്ടാള വണ്ടി ഫുൾ പട്ടാളക്കാരുടെ ലോറി കയറ്റിക്കൊണ്ട് പോകുന്ന പട്ടാള വണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ മെഡ്ത റോഡ് ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4.5 മണിക്കൂറാണ് ഇപ്പം നമ്മുടെ ഡിലേ എന്ന് പറഞ്ഞതാണ്. 4.5 മണിക്കൂർ. നമ്മളിവിടെ നിന്നാണ് ഇനി നാഗോർ വഴിയാണ് നമ്മളിനി ബിക്കാനീർ പോകുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് തിരിയുന്ന ലൈനാണ് നാഗോർക്കുള്ളത്. പിന്നെ അജ്മീർക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇതുണ്ട് ലക്നൗ സ്റ്റേറ്റിന്റെ ഒരു WDG4T പ്ലസ് WDG4. ഇവിടെ നിന്ന് നമ്മളിനി ലെഫ്റ്റ് എടുത്തിട്ടാണ് ഈ നാഗോർ ഭാഗത്തേക്ക് പോകുന്നത്. ജംഗ്ഷന് പേരുള്ളൂ കേട്ടോ, പക്ഷേ ആകെ 2-3 പ്ലാറ്റ്ഫോം എങ്ങാണ്ടേ ഉള്ളൂ. ഇത് കണ്ടോ, കടുകാന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്ഥലം കാണാൻ, അടിപൊളി കടുകാന്നാ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ ബിക്കാനീറിന് ഒരു സ്റ്റോപ്പ് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നാഗോർ. ഇവിടെ ഡിലേ 4 മണിക്കൂർ 25 മിനിറ്റ് ആണ്. നമ്മൾ രാവിലെ 8:20 എത്തേണ്ടതാണ്. നമ്മളിപ്പോൾ എത്തിയത് 12:45. നമ്മുടെ വണ്ടിയിലെ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബിക്കാനീർ ആകുമ്പോൾ ഒന്നുകൂടെ കാര്യം, ലാസ്റ്റ് ഹിസാർ വരെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. മരുഭൂമി വരെ കിടക്കുന്നതല്ല. നമ്മൾ ബിക്കാനീർ എത്താൻ വേണ്ടി ഇനി ഒരു സ്റ്റേഷൻ കൂടെ ഉള്ളത്, ഉത്തംസർ എന്ന സ്റ്റേഷനാണ് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ഉത്തരംസർ കഴിഞ്ഞാൽ പിന്നെ നേരെ ബിക്കാനീർ ജംഗ്ഷനാണ്. ബിക്കാനീരിൽ നമുക്ക് ലോക്കോ റിവേഴ്സിലുണ്ട്. ഇതൊക്കെ മരുഭൂമിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. അതേ മരുഭൂമിയിൽ ആ മണ്ണ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി. വിന്റർ ആയതൊന്നും വലിയ ചൂടില്ല, 30 ഡിഗ്രിയേ ഉള്ളൂ. നമുക്ക് ഇവിടെ പുറത്ത് നിന്നിട്ട് നമുക്ക് വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അവിടെ ഒരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ആ ലൈനിൽ കൂടെയാണ് നമുക്ക് ഹിസാറിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ബിക്കാനീർ പോയിട്ട് റിവേഴ്സ് എടുത്തിട്ട് ആ ലൈനിൽ കൂടെ നമ്മൾ പോകും. നമ്മൾ സെക്കൻഡ് ടൈമാണ് ബിക്കാനീറിൽ വരുന്നത്. കഴിഞ്ഞ തവണ ഹംസഫറിന് വന്നായിരുന്നു, ഗംഗാനഗർ ഹംസഫറിന്. പക്ഷേ ഇത് രണ്ടാമത്തെ തവണ നമ്മൾ ബിക്കാനീർ വരെ ഉള്ള സെയിം റൂട്ട്. പിന്നെ നമ്മൾ പോകുന്നത് വേറെ റൂട്ടാണ്. ഇത് നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇത് കണ്ടോ, ഇത് റീവാഡിന്ന് ബിക്കാനീർ വരെ പോകുന്നൊരു പാസൻ ട്രെയിനാണ്. അതിന് സിഗ്നൽ കൊടുത്തു, നമുക്ക് സിഗ്നൽ കിട്ടിയില്ല. കൊള്ളാം. കുറച്ച് കോച്ചുകളുണ്ട്, ഇത്രയേ ഉള്ളൂ ആ വണ്ടി. അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്, അതിൻ്റെ നടുക്കുകൊണ്ടാണ് ട്രെയിൻ നിർത്തിയത്. കഷ്ടമുണ്ട്, അവരാ വെയിലത്ത് ഈ ട്രെയിൻ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നോക്കി. നമ്മളങ്ങനെ ബിക്കാനീർ എത്തിയിരിക്കുകയാണ്. 4.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. വഡോദരയുടെ ഒരു WAP7 ആയി ബിക്കാനീർ ബാന്ദ്ര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയി കിടക്കുന്നുണ്ടോ. അത് ഇവിടെ നിന്ന് വൈകിട്ടല്ല ഉച്ചയുണ്ടെങ്ങാണ്ട് പുറപ്പെടുന്ന വണ്ടിയാണ്. ഇവിടുത്തെ വണ്ടിയിൽ AC ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നാൽ അങ്ങനെ എല്ലാ വണ്ടിയിലും ഇഷ്ടം പോലെ മിനിമം ഒരു 10 AC കമ്പാർട്ട്മെൻറ്റെങ്കിലും കാണും മിനിമം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാ AC ആണ് കേട്ടോ. AC 3 ടയർ ആണ്, ഫുള്ള് 3 ടയർ അല്ല, പിന്നെ ഫുള്ള് AC എക്കണമിയാണ്. നമ്മുടെ വണ്ടി ഫുൾ കാലിയായി ഗൈസ്, ഇനി ആരും ഇല്ല ഇതിനകത്ത്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞാൽ ഇവിടത്തുള്ളൂ. അപ്പോൾ ഈ 4.5 മണിക്കൂറോളം മിക്കവാറും 5 മണിക്കൂറാവും ഗൈസ്, പിടിക്കണ്ട. ഇതുണ്ട് സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ബിക്കാനീർ ജംഗ്ഷൻ. ഒരു റോയൽ ടച്ച് ഉണ്ടല്ലേ, അടിപൊളി. നമ്മുടെ വണ്ടിയിൽ AC ഒക്കെ ഓഫായി. കാരണം എന്ന് വെച്ചാൽ മറ്റേ HOG കണക്ട് ചെയ്തേക്കുമായിരുന്നു, ഡയറക്റ്റ് കറണ്ട് എടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അത് വണ്ടി ലോക്കോ ഊരിയപ്പോൾ അവരത് AC എല്ലാം ഓഫായിപ്പോയി. ഇവർ ലോക്കോ ഊരുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ലോക്കോ ഊരിയിട്ട് അവരിനി റിവേഴ്സ് അടിച്ചിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ട് പിടിപ്പിക്കുന്നു. നമുക്കിതിൻ്റെ ഫസ്റ്റ് AC കണ്ടില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് AC നോക്കാം. ഫസ്റ്റ് ACക്കകത്ത് ആൾക്കാരെല്ലാം പോയി കേട്ടോ. ഫസ്റ്റ് AC ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ACയുടെ കൂപ്പയാണ്. സാധാരണ ഇതാണ് കേട്ടോ, അതിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഫസ്റ്റ് ACയുടെ കൂപ്പേ, ഇത് ക്യാബിൻ. കൊള്ളാം, നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ബിക്കാനീരി സ്പെഷ്യൽ പൂജിയൊക്കെ ഉണ്ട്, മറ്റേ മിച്ചർ പോലത്തെ ഐറ്റം. അപ്പോൾ ഞാനൊരു ബിക്കാനീരി സ്പെഷ്യൽ ലസ്സിൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്. ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചാൽ കേട്ടോ. എങ്ങനെ ഉണ്ടാകുന്ന അറിയത്തില്ല, കുടിച്ചു നോക്കട്ടെ. ഇതൊക്കെയുള്ള സാധനം കേട്ടോ. നമ്മുടെ ഈ ലസ്സിയിലെ ലസ്സിക്കകത്ത് കേസാറിട്ട് തരുന്ന സാധനം ഇതിലും കേട്ടോ, അടിപൊളി. നമ്മൾ 2:45 ഇവിടെ കയറിയതാണ് ഇവിടെ ബിക്കാനീറിൽ. എന്നിട്ട് ഇപ്പോൾ 3:45 എടുത്തത്. 1 മണിക്കൂറോളം ഇവിടെ ഇട്ടിട്ട് പിന്നെയും 1 മണിക്കൂർ ഡിലേ കൂടി നമ്മളിപ്പോൾ ബിക്കാനീറിന് പുറപ്പെട്ട്. ഇവിടെ ലോക്കോമോട്ടീവ്സ് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു ബഗട്ട് കിക്കോട്ടി WDP4B, ഇവിടെ ഒരു WAP5, അവിടെ ഒരു WAP4, അപ്പുറത്തൊരു WDG4D. അങ്ങനെ ലോക്കോയുടെ പരേഡ് അവിടെ പരേഡ്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ക്രോസിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡൽഹി സരൈ രോഹില്ല ബിക്കാനീർ ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി വരിക. നമ്മളിപ്പോൾ ഗദ്വാല എന്ന സ്ഥലത്തുകൊണ്ട് പിടിച്ചിട്ട്. ബിക്കാനീർ കഴിഞ്ഞ പിന്നെയുള്ള അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ ശ്രീ തുംഗർഗഡ്. ഇവിടെ ഒരു MT റേക്ക് ഇട്ടേക്കുന്നുണ്ട്. MT റേക്ക്
ഇത് ഏതോ ബ്രാൻഡ് ന്യൂ റേക്ക് കേട്ടോ. AC എക്കണോമിയാണ് ഫുള്ള്. 2023 മെയ്ഡ് എക്കണോമിയുടെ റേക്കാണ്. ഭയങ്കര വിജനമായിട്ട് ഈ വഴിയെല്ലാം ഒന്നും കാണാനില്ല, വീടുകളൊന്നുമില്ല, ഭയങ്കര ഫുള്ള് വിജനമാണ്. നമ്മളിപ്പോൾ നേരെ ഹിസാർ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി വിജനമാണ് കണ്ടോ, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളില്ലാത്ത. വേറെ അപ്പുറത്ത് ഒരു മലയാളി ഒരു പുള്ളിയുണ്ട് കേട്ടോ, ഒരു ബ്രോ ഉണ്ട്, പിന്നെ വേറെ ആരുമില്ല. പിന്നെ ഇവിടെ ഇറങ്ങാനുള്ള 2 പേരുണ്ട്. ഇവിടെ രത്തൻഗഡ് നല്ലൊരു സ്ഥലത്താറായിട്ടാണ്, രത്തൻഗഡ്, അവിടെ ഇറങ്ങാൻ വേണ്ടി 2 ആൾക്കാരുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 12:40 എത്തേണ്ടതാണ്. നമ്മളിപ്പോൾ എത്തുന്നത് 5:55 അതായത് 5 മണിക്കൂർ 15 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ രത്തൻഗഡ് ജംഗ്ഷനിൽ എത്തുന്നത് കേട്ടോ. എന്താല്ലേ, ഇതാണ് ഓടി 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 എത്തുന്നില്ല. ഇതങ്ങ് ഓട്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ പറയാം 90 മണ്ടയ്ക്ക് പോകുന്നില്ല. ഈ ഭാഗത്ത് സ്പീഡ് കുറവായിരിക്കും, എന്നാലും ഇത് ഓടി ഓടി ഇങ്ങ് എത്തുന്നില്ല, അതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഫുള്ള് രാജസ്ഥാനിലാണ്. അത്രയ്ക്ക് വലിയൊരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ കണ്ടോ. നമ്മൾ അങ്ങ് മാർവാടിന്ന് തുടങ്ങിയതാണ്, ഇങ്ങനെ ഓടി 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 എത്തുന്നില്ല. ഇനിയിപ്പം ഈ സദൽപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ, അതാണ് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ്. സദൽപൂർ കഴിഞ്ഞ് കുറച്ച് സ്റ്റേഷൻ കഴിഞ്ഞാണ് ഹരിയാന വരുന്നത്. അപ്പോൾ സദൽപൂർ വരെ രാജസ്ഥാനാണ്, ഹരിയാനയിലാണ് ഹിസാർ. നമ്മൾ ചുരൂർ എന്ന സ്റ്റേഷനിലെത്തി, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാളെ ഇടാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് ഇതിന് ടൈം കിട്ടിയോണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആരും ഇല്ല ഇവിടെ, സുഖമായിട്ടും ചെയ്യാം. നമ്മൾ ഹിസാർ എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റോപ്പിനാണ് നമ്മളിപ്പോൾ ഉള്ള സദൽപൂർ ജംഗ്ഷൻ. ഇതിവിടാണ് വെട്ടം വിളിച്ച ഒന്നുമില്ല കേട്ടോ. ഇതെന്ത് സ്റ്റേഷനാണ് ഇത്? തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, തണുപ്പ് തുടങ്ങി. ഇവിടെ ഒന്നുമില്ല, നമ്മളെ ഏറ്റവും പുറയിലാണ്ടായിരിക്കും വെട്ടം വിളിച്ചില്ലാത്ത. ഇതാണ് സദൽപൂർ ജംഗ്ഷൻ. ഇത് കുഞ്ഞ് സ്റ്റേഷനാട്ടോ, നോക്ക് ഒന്നുമില്ല ഇവിടെ, കൊള്ളാം. നമ്മൾ ഹിസാർ എത്താറായി കേട്ടോ. ഇപ്പം സമയം 9:05 നമ്മളിപ്പോൾ 5 മണിക്കൂർ 5 മിനിറ്റ് ലേറ്റ് ആണോ കേട്ടോ. ഞാൻ മാത്രം ഉള്ളായിരുന്നു കുറേ ദൂരം ഈ ഒരു വണ്ടിയിൽ, ഈ ഒരു കോച്ചിലാട്ടോ, ഞാൻ ഒറ്റൊരാൾ മാത്രം. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്ക് നമ്മുടെ വണ്ടി. അപ്പോൾ ഗൈസ് ദാണ്ട് ഈ ഒരു സ്റ്റേഷനാണ് ഹിസാർ എന്ന് പറയുന്നത്, ഹിസാർ. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ കോയമ്പത്തൂർ ഹിസാർ സർവീസ് നടത്തുന്നത്, ഹിസാർ ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ 5 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റായിട്ട് ഹിസാർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഹിസാർ ജംഗ്ഷൻ, ഹിസാർ. ഇവിടെ ഹിസാറിൽ ഞാൻ ഒരു റിട്ടയർ റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് അടുത്ത വണ്ടിക്ക് ഡൽഹിക്ക് പോവാണ്. അപ്പോൾ റിട്ടയർ റൂം എവിടെയാണ് തപ്പി പിടിച്ച് അങ്ങോട്ടേക്ക് പോയാൽ ഒന്നും പറയണ്ട. ഞാനിവിടെ വന്ന് ഇവിടെ ആകെ മൊത്തം എന്തൊക്കെയോ പണി അടക്ക സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ആ ഭാഗത്താണ് ശേഷമാസൻ്റെ മുറി, അതിൻ്റെ മുകളിൽ എവിടെയാണ് റിട്ടേൺ റൂം ഉള്ളത്. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് താഴെ വന്ന് ചോദിക്കാൻ പറഞ്ഞു. താഴെ ശേഷം മാത്രമേ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ വന്ന് ചോദിക്കാൻ പറഞ്ഞ്. ഇവിടെ ചോദിച്ചപ്പോൾ അവർ ഡ്യൂട്ടി മാറുക, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. എന്ത് കാണിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവർക്ക് എന്നാൽ ആരുടെയും കൈ കൊടുക്കരുത്, ചാവി ഇവരുടെയിലാണെന്ന് അവരുടെ അടുത്ത് പോയി ചാവി മേടിച്ചുകൊണ്ട് പോകണമെന്ന്. ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി ഇപ്പോൾ 1/2 മണിക്കൂറായി. നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 9:45 നിൽക്കാൻ തുടങ്ങി, ഇപ്പോൾ 10:30 ആവാറായി. ഇതുവരെയായിട്ട് ഒറ്റൊരാൾ വന്നില്ല. എനിക്ക് കേട്ടോ അവിടെ നല്ല ഉത്തരവാദിത്തമുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ റെയിൽവേ ഇരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ അപ്പുറത്ത് ബുക്കിംഗ് ഓഫീസിൽ പറഞ്ഞപ്പോൾ അവർ പറയുക 5 മിനിറ്റ് വരും, 10 മിനിറ്റ് വരും, 5 മിനിറ്റ് വരും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. പണി കിട്ടി ഗൈസ്, റിട്ടേൺ റൂമില്ല. അത് സംഭവം പുള്ളി വന്നപ്പം ഞാൻ കാണിച്ചു, പുള്ളിക്കത് മനസ്സിലായത്. പുള്ളി പറഞ്ഞു റിട്ടേൺ റൂം ഇല്ല, അടച്ചിരിക്കുകയാണ്. ഇവിടെ പണി നടക്കുന്ന കാരണം, അമൃത് ഭാരത് സ്റ്റേഷൻ്റെ പണി നടക്കുന്ന കാരണം അവർ ബുക്കിംഗ് നിർത്തി. ഇത് ഞാൻ ഡിസംബറിൽ ബുക്ക് ചെയ്താണല്ലോ, അപ്പോൾ അതാണ് അത് വന്നത്. അപ്പോൾ റീഫണ്ട് വരും. നമ്മളിനി പുറത്ത് വേറെ റൂം എടുക്കണം. ഇത് വമ്പൻ അടിയായിപ്പോയി കേസ് കേട്ടോ. അവിടെ മുമ്പിൽ ഹോട്ടൽ ഓംകാർ എന്നൊരു ഹോട്ടൽ കാണാം. ഞാൻ ഗോയബിപ്പൂർ അവിടെ മുറി എടുത്ത്, വേറെ നിവൃത്തിയില്ല. 1600 രൂപയായി. നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ റൂമിൽ വന്ന് ഇതാണ് റൂം. അതെന്തായാലും പറ്റിയതായിപ്പോയി കേട്ടോ, റെയിൽവേ പറ്റിച്ചടഞ്ഞു. അതെന്തായാലും പോട്ടെ, അതൊരു അനുഭവമാണ് എന്തായാലും. അപ്പോൾ ഇനി റിട്ടേൺ റൂം ബുക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവർ ബുക്കിംഗ് ക്ലോസ് ആക്കണ്ടേ, അത് ചെയ്യത്തില്ല.
ഇതിലാട്ടെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒന്നും പറയണ്ട, വമ്പൻ ലേറ്റ് ആയിപ്പോയി വണ്ടി കേട്ടോ. 5-5.5 മണിക്കൂർ ലേറ്റ് ആയി. പക്ഷേ യാത്ര നല്ലതായിരുന്നു, പക്ഷേ ലേറ്റ് ആയിപ്പോയി. വേറെ വണ്ടി പക്ക നല്ല അടിപൊളി വണ്ടി കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസിൻ്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഹിസാറിന് ഡൽഹിക്ക് പോകുന്ന ഒരു 1.5 യാത്രയാണ്. ഒരു വണ്ടിക്ക് ഞാൻ പോവാണ്, ഒരു ഒറ്റ സ്ലീപ്പർ മാത്രമുള്ള വണ്ടിക്ക്, ബാക്കിയെല്ലാം ജനറലാണ്. ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഒരു പാസഞ്ചർ മാതിരി തന്നെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുക അടുത്ത വീഡിയോ ആയിക്കോട്ടെ. അപ്പോഴേക്കും ബൈ.